നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ മരണമടഞ്ഞ രഞ്ജിതയെ അധിക്ഷേപിച്ച് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ട ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാവുന്നു. ബിജെപി, മഹിളാ അസോസിയേഷൻ, വനിതാ ലീഗ് തുടങ്ങി വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. 10ാമത് സംസ്ഥാന സബ് ജൂനിയർ പെൺകുട്ടികളുടെ ഹോക്കി മത്സരങ്ങൾക്ക് രാജപുരം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡിന്റെ വാഴത്തോട്ടം എന്നറിയപ്പെടുന്ന മടിക്കയിൽ കനത്ത മഴയെ തുടർന്ന് വാഴത്തോട്ടങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തി. വാഴത്തോട്ടങ്ങൾ നശിച്ച കർഷകരുടെ ദയനീയാവസ്ഥ സിറ്റി ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. സിറ്റി ന്യൂസ് ഇംപാക്ട്. കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ്, ജില്ലാ മെഡിക്കൽ ഓഫീസ്, ദേശീയ ആരോഗ്യ ദൗത്യം, കാസർഗോഡ് ബ്ലഡ് സെന്റർ, ജില്ലാ ആശുപത്രി കാഞ്ഞങ്ങാട് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കുടുംബശ്രീ 27ാം വാർഷികാഘോഷ പരിപാടി പ്രാണ കുടുംബശ്രീ ഓക്സിലറി അംഗങ്ങളുടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബളാൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ AICC അംഗം M കുഞ്ഞിരാമൻ നമ്പ്യാർ അനുസ്മരണം സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. പതിറ്റാണ്ടുകളോളം കൃഷി ആവശ്യങ്ങൾക്ക് ജലസേചനം നടത്തി വന്നിരുന്ന പടന്ന പഞ്ചായത്തിലെ 9ാം വാർഡിൽപ്പെടുന്ന നടക്കാവ് കാപ്പുകുളം നവീകരണം പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് 2 വാർഷിക പദ്ധതികളിലായി 27 ലക്ഷം രൂപ ചിലവിലാണ് കുളം നവീകരണം നടത്തിയത്. കാഞ്ഞങ്ങാട് റിയൽ ഹൈപ്പർ മാർക്കറ്റിൽ ബാക്ക് ടു സ്കൂൾ സമ്മാന വിതരണം നടന്നു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് CK ആസിഫ് സൈക്കിളുകൾ വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ മരണമടഞ്ഞ രഞ്ജിതയെ അധിക്ഷേപിച്ച് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ട ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നു. ബിജെപി, മഹിളാ അസോസിയേഷൻ, വനിതാ ലീഗ് തുടങ്ങിയ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ മരണമടഞ്ഞ രഞ്ജിതയെ അധിക്ഷേപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടാണ് ബിജെപി അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചത്. ബിജെപി മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി A വേലായുധൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. എയർ ഇന്ത്യയുടെ വിമാനം ടേക്ക് ഓഫിനിടയിൽ തകർന്നു വീഴുകയും ആ വിമാനത്തിലുണ്ടായിരുന്ന 241 പേർ മരണപ്പെടുകയും ആ വിമാനം തകർന്നു വീണ ആ കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളടക്കം ഏതാണ്ട് 280-ലധികം ആളുകൾ ഇതിനോടകം മരണപ്പെട്ടു എന്ന രാജ്യത്തെ മാത്രമല്ല ലോകത്തെ മുഴുവൻ കരയിപ്പിച്ച ഒരു സംഭവമായിരുന്നു ഇന്നലെ അരങ്ങേറിയത്. സ്വാഭാവികമായും മരണങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ അനുശോചിക്കാറുണ്ട്. അതിൽ നമുക്ക് വളരെയേറെ ദുഃഖമുണ്ട്. അതിൽ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് പോയ ഒരു നഴ്സ്, ഒരമ്മ, 2 കുട്ടികളുടെ അമ്മ, അവർ മരണപ്പെട്ട വിവരം കേരളത്തെ വളരെയേറെ വേദനിപ്പിച്ച സംഭവമായിരുന്നു. നമ്മളെല്ലാവർക്കും അങ്ങേയറ്റം സങ്കടവും അതോടൊപ്പം തന്നെ ആ കുടുംബത്തോട് അനുശോചനവും അറിയിക്കുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടുകാരനായ വളരെ ഉത്തരവാദപ്പെട്ട ഗവൺമെൻറ് സർവീസിലിരിക്കുന്ന, അതായത് വെള്ളരിക്കുണ്ട് താലൂക്കിൻ്റെ ഡെപ്യൂട്ടി തഹസിൽദാർ അല്ലെങ്കിൽ സീനിയർ സൂപ്രണ്ടായി പ്രവർത്തിക്കുന്ന പവിത്രൻ ആനന്ദാശ്രമം എന്ന് പേര് വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും എതിർത്തുകൊണ്ട് അയാളുടെ സ്വഭാവം അതുതന്നെയാണ്. അദ്ദേഹം ഇട്ട പോസ്റ്റ് എന്ന് പറയുന്നത് ഈ മരണപ്പെട്ട രഞ്ജിത എന്ന യുവതി ഇങ്ങനെ ദേശങ്ങൾ തോറും സഞ്ചരിക്കുന്ന, എനിക്കിവിടെ സ്ത്രീകളൊക്കെ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഭാഷ അങ്ങനെയുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞത് വളരെ അസഭ്യമായ രീതിയിൽ ആ സ്ത്രീ പ്രവർത്തിക്കുന്നതിനെ, ജോലി ചെയ്തതിനെ പരിഹസിച്ചുകൊണ്ട് അവരുടെ മരണത്തിനെ സന്തോഷിക്കുന്ന രീതിയിലുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് അദ്ദേഹം ഇടുകയും അത് വളരെ വലിയ തോതിൽ കേരള മാസകലം വളരെ പ്രതിഷേധം അലയൊടിക്കുകയും ചെയ്തിരിക്കുകയാണ്. കേരളത്തിന്റെ മനസാക്ഷിയെ മുറിവേൽപ്പിക്കുന്ന സമൂഹ
തിന്മയാണ് പവിത്രന്റെ മനസ്സെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീത്വത്തിനെതിരെ കുപ്രചരണം നടത്തിയ ഇത്തരത്തിലുള്ള മുഴുവൻ സമൂഹദ്രോഹികൾക്കും ഇത് ഒരു പാഠമാകണമെന്നും അദ്ദേഹം പറഞ്ഞു. BJP അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദ് മിഥില അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് M. പ്രശാന്ത്, സൗത്ത് ജനറൽ സെക്രട്ടറി P. പത്മനാഭൻ, BJP ജില്ലാ കമ്മിറ്റി അംഗം രവീന്ദ്രൻ മാവുങ്കാൽ, മണ്ഡലം സെക്രട്ടറിമാരായ വൈശാഖ് മാവുങ്കാൽ, M. പ്രദീപ് കുമാർ, BMS ജില്ലാ സെക്രട്ടറി KV ബാബു, പഞ്ചായത്ത് അംഗങ്ങളായ NV മധു, KR ശ്രീദേവി, സുനിത പല്ലോട്ട്, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഗംഗാധരൻ രാംനഗർ എന്നിവർ സംസാരിച്ചു. ജിതേഷ് രാംനഗർ, അഭിലാഷ് അത്തിക്കോത്ത്, കൃഷ്ണപ്രസാദ്, ബിജു നാലപ്പാടം, ശ്രീനേഷ് വാഴക്കോട് എന്നിവർ പ്രകടനത്തിൽ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അഹമ്മദാബാദിൽ ഉണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ട രഞ്ജിതയ്ക്കെതിരെ മോശം പരാമർശം നടത്തിയ വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രന്റെ ഹീനമായ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തിയത്. നിരവധി വനിതകൾ പ്രകടനത്തിൽ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് നഗരത്തിൽ നിന്നും പ്രതിഷേധ മാർച്ച് ആരംഭിച്ചു. തുടർന്ന് പുതിയകോട്ട സിവിൽ സ്റ്റേഷനു മുന്നിൽ നടത്തിയ പ്രതിഷേധ യോഗം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന ട്രഷററുമായ E. പത്മാവതി ഉദ്ഘാടനം ചെയ്തു. മനസാക്ഷിയുള്ള മനുഷ്യത്വമുള്ള മുഴുവൻ ആളുകളും നിരന്തരമായിട്ട് പ്രതികരിക്കേണ്ടതുണ്ട്. മനുഷ്യന്റെ ദുഃഖത്തിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ അത് എത്രമാത്രം നമ്മുടെ സമൂഹത്തെ ദുഃഖത്തിലാക്കുന്നു എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തരമുള്ള പ്രസ്താവനകൾ വരുമ്പോൾ അതിനെതിരായിട്ട് ശബ്ദിക്കേണ്ടത് മനുഷ്യസ്നേഹമുള്ള സമൂഹത്തോട് ഉത്തരവാദിത്വമുള്ള മുഴുവൻ ആളുകളുടെ ഉത്തരവാദിത്വമാണ് എന്ന് കണ്ടുകൊണ്ടാണ് മഹിളാ അസോസിയേഷൻ വളരെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനം നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചു. പല ആളുകളും ഞങ്ങളോട് പറയുകയുണ്ടായി, നിങ്ങൾ കാഞ്ഞങ്ങാട് ടൗണിലല്ല പ്രകടനം നടത്തേണ്ടത്, നിങ്ങൾ അയാളുടെ വീട്ടിലേക്കാണ് പ്രകടനം നടത്തേണ്ടത്. ആ താമസിക്കുന്ന തൊട്ടടുത്ത് വീർത്തങ്കരയിലാണ്, പട്ടക്കാട് വീർത്തങ്കരയിലെ വീട്ടിലാണ് ഞങ്ങൾക്കറിയാം. ഏരിയ പ്രസിഡന്റ് P. A. ശകുന്തള അധ്യക്ഷത വഹിച്ചു. ദേവി രവീന്ദ്രൻ, KV സുജാത, M. ഗൗരി, K. രുക്മണി, ഫൗസിയ ഷെരീഫ്, P. ബിന്ദു, EV പത്മിനി എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി സുനു ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയെ അധിക്ഷേപിച്ച ഡെപ്യൂട്ടി തഹസിൽദാർ A. പവിത്രനെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് കാഞ്ഞങ്ങാട് മണ്ഡലം വനിതാ കമ്മിറ്റി കണ്ണുകെട്ടി പ്രതിഷേധിച്ചത്. വനിതാ ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഖദീജ ഹമീദിന്റെ അധ്യക്ഷതയിൽ വനിതാ ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് TK സുമയ്യ ഉദ്ഘാടനം ചെയ്തു. കണ്ണീരിലഴിഞ്ഞ ഒരു ദുരന്തമായിരുന്നു നമുക്കൊക്കെ ഉണ്ടായിരുന്നത്. മരണപ്പെട്ട ഓരോ വ്യക്തികളും നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ, നമ്മുടെ സഹോദരിമാരെ പോലെ, നമ്മുടെ സഹോദരന്മാരെ പോലെ, നമ്മുടെ അച്ഛനമ്മമാരെ പോലെയുള്ള വ്യക്തികളായിരുന്നു ഓരോ മരണപ്പെട്ടവരെയും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ രാജ്യവും ലോകമൊട്ടാകെ നടുങ്ങിയ ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെടുകയും അതുപോലെ തന്നെ 300ഓളം ആൾക്കാർ മരണപ്പെടുകയും ചെയ്ത ഒരു ദാരുണമായൊരു സംഭവമായിരുന്നു നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നത്. ആ ഒരു സാഹചര്യത്തിൽ മുഴുവൻ ആൾക്കാരും അപലപിക്കുകയും മുഴുവൻ ആൾക്കാരും വേദനയുണ്ടാവുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാടിന്, കാഞ്ഞങ്ങാടിന് തന്നെ അപമാനമായ ഒരു വ്യക്തി, കാഞ്ഞങ്ങാടിൻ്റെ അതുപോലെ തന്നെ സർക്കാർ സർവീസിലിരിക്കുന്ന വെള്ളരിക്കുണ്ട് താലൂക്കിൽ ജോലി ചെയ്യുന്ന ഡെപ്യൂട്ടി തഹസിൽദാറായ പവിത്രൻ എന്ന ഒരു വ്യക്തി, പവിത്രൻ അനന്താശ്രം എന്ന വ്യക്തി സമൂഹ മാധ്യമങ്ങളിൽ വളരെ നീചമായ രീതിയിൽ ഒരു സ്ത്രീയെയും പറയാൻ പറ്റാത്ത രീതിയിൽ, പ്രത്യേകിച്ച് മരണപ്പെട്ട ഒരു സ്ത്രീയെയും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വാക്കുകൾ ഉപയോഗിക്കുകയും വളരെ നീചമായ രീതിയിൽ നമുക്കൊക്കെ കേട്ടാൽ വിഷമം വരികയും അറപ്പുളവാക്കുകയും ചെയ്യുന്ന ഒരു വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. മണ്ഡലം ജനറൽ സെക്രട്ടറി ഷീബ ഉമർ സ്വാഗതം പറഞ്ഞു. വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി ആയിഷ ഫർസാന, കാഞ്ഞങ്ങാട് മുനിസിപ്പൽ വനിതാ ലീഗ് പ്രസിഡന്റ് CH സുബൈദ തുടങ്ങിയവർ സംസാരിച്ചു. ഖൈറുനിസ കമാൽ, ആയിഷ K, ഷാക്കിറ, റഹ്മത്ത് മജീദ്, ഹസീന റസാഖ്, അനീസ ഹംസ, അസ്മ മാങ്കുൽ, സക്കീന കുളിയങ്കാൽ, സക്കീന യൂസഫ്, നബീസത്ത്, ബുഷ്ര, നസീമ തുടങ്ങിയവർ സംബന്ധിച്ചു. ഹാജറ സലാം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 10ാമത് സംസ്ഥാന സബ് ജൂനിയർ പെൺകുട്ടികളുടെ ഹോക്കി മത്സരങ്ങൾക്ക് രാജപുരം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. 10ാമത് സംസ്ഥാന സബ് ജൂനിയർ പെൺകുട്ടികളുടെ ഹോക്കി മത്സരങ്ങൾക്ക് രാജപുരം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി. ഉദ്ഘാടന മത്സരത്തിൽ മലപ്പുറം കണ്ണൂരിനെ 1-0 തോൽപ്പിച്ചു. രണ്ടാം മത്സരത്തിൽ പാലക്കാട് തൃശൂരിനെ 1-0 തോൽപ്പിച്ചു. മൂന്നാം മത്സരത്തിൽ ആതിഥേയരായ കാസർഗോഡ് കോഴിക്കോടിനെ 4-1 തകർത്തു. 10ാമത് സംസ്ഥാന സബ് ജൂനിയർ ഗേൾസ് ഹോക്കി മത്സരം ഇന്നലെ
ഉച്ചയോടുകൂടി രാജപുരം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. കേരളത്തിലെ 11 ജില്ലകളിൽ നിന്നുള്ള ടീമുകളും അതോടൊപ്പം തന്നെ സായി GV രാജ ഉൾപ്പെടെ 13 ടീമുകളാണ് ഇവിടെ മാറ്റുരയ്ക്കുന്നത്. ഇന്ന് റെഡ് അലേർട്ട് ആണെങ്കിലും കാര്യമായ മഴയില്ലാത്തതിനാൽ മത്സരങ്ങൾ വലിയ താമസമില്ലാതെ ആരംഭിക്കുന്നുണ്ട്. മത്സരം തടസ്സമില്ലാതെ നടക്കുന്നു. എല്ലാ കുട്ടികൾക്കും ആവശ്യമായ താമസ സൗകര്യവും അവരുടെ ആരോഗ്യത്തിനാവശ്യമായ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ സജീവമായിട്ടുണ്ട്. മത്സരങ്ങളുടെ ഉദ്ഘാടനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ TK നാരായണൻ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, രാജപുരം. കാസർഗോഡിന്റെ വാഴത്തോട്ടം എന്നറിയപ്പെടുന്ന മടിക്കയിൽ കനത്ത മഴയെ തുടർന്ന് വാഴത്തോട്ടങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തി. വാഴത്തോട്ടങ്ങൾ നശിച്ച കർഷകരുടെ ദയനീയ അവസ്ഥ സിറ്റി ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. സിറ്റി ന്യൂസ് ഇംപാക്ട്. കാസർഗോഡിന്റെ വാഴത്തോട്ടം എന്നറിയപ്പെടുന്ന മടിക്കയിൽ കനത്ത മഴയെ തുടർന്ന് വാഴത്തോട്ടങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ച് സിറ്റി ചാനൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്താ ശ്രദ്ധയിൽപ്പെട്ട കൃഷിമന്ത്രി P. പ്രസാദിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ PK സ്മിത നന്ദിനി, കാഞ്ഞങ്ങാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ PV ആർജിത, കൃഷി ഓഫീസർ C. പ്രമോദ് കുമാർ, കൃഷി അസിസ്റ്റന്റുമാരായ PV നിശാന്ത്, സജിത മണിയറ എന്നിവരടങ്ങുന്ന സംഘം മടിക്കൈ പഞ്ചായത്തിലെ വാഴത്തോട്ടങ്ങളിൽ പരിശോധന നടത്തി. മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് S. പ്രീത, വൈസ് പ്രസിഡന്റ് V. പ്രകാശൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ TV രാജൻ, KV പ്രമോദ് എന്നിവരും കൂടെയുണ്ടായിരുന്നു. കനത്ത നാശം സംഭവിച്ച നാദക്കോട്ട വയലിലെ ഭാസ്കരൻ പൂവത്തൊടി, കാലിച്ചാമ്പുതിയിലെ കയ്യാലവളപ്പിൽ കുഞ്ഞിക്കണ്ണൻ, പനക്കൂൽ കൃഷ്ണൻ, മണക്കടവിലെ P. ദാമോദരൻ, രാധാമണി, രജനി, അമ്പാടി വെളിച്ചപ്പാടൻ, K. പ്രകാശൻ, കുഞ്ഞിപ്പെണ്ണ് ആലയിലെ KV ഉമേശൻ, ഇന്ദിര, മോഹനൻ എന്നിവരുടെ വാഴത്തോട്ടങ്ങൾ ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു. പ്രദേശത്ത് ആയിരക്കണക്കിന് വാഴകൾ പ്രകൃതിക്ഷോഭത്തിൽ നശിച്ചതായി കണ്ടെത്തിയെന്നും നഷ്ടം വിലയിരുത്തി എത്രയും പെട്ടെന്ന് തന്നെ തുടർ നടപടികൾ കൈക്കൊള്ളുമെന്നും ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ PK സ്മിത നന്ദിനി പറഞ്ഞു. മടിക്കൈ പഞ്ചായത്തിൽ പ്രകൃതിക്ഷോഭം ബാധിച്ച വെള്ളം കയറിയ സ്ഥലത്ത് വാഴ കർഷകരുടെ പ്ലോട്ടുകൾ സന്ദർശിച്ചു. ഒരു ആയിരക്കണക്കിന് വാഴകളാണ് വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു കൊലകളൊന്നും ഇതുവരെ മൂപ്പെത്താത്ത കൊലകളാണ്. അപ്പോൾ കർഷകർക്ക് വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കർഷകർ ഇൻഷുർ ചെയ്ത കർഷകർക്ക് അതിനുള്ള ആനുകൂല്യം കൊടുക്കാൻ പറ്റും. പക്ഷേ അപ്പോൾ എല്ലാ കർഷകരും എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് അവർ അപേക്ഷ എയിംസ് പോർട്ടലിൽ ചെയ്യുക. സമയബന്ധിതമായിട്ട് തന്നെ കൃഷിഭവൻ അത് പരിശോധിക്കും. അപ്പോൾ കർഷകർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും കൃഷിഭവൻ തലത്തിൽ തന്നെ ചെയ്യും. അപ്പോൾ പ്രകൃതിക്ഷോഭത്തിനുള്ള ദുരിതാശ്വാസ ധനസഹായത്തിനുള്ള അപേക്ഷകളും ഇൻഷുറൻസിനുള്ള അപേക്ഷകളും കൊടുക്കുക. കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരെ കൃത്യസമയത്ത് തന്നെ അത് ഉദ്യോഗസ്ഥരുടെ കുറവുണ്ട്, എന്നാലും ഒരുപാട് അപേക്ഷകളുണ്ട്. എന്നാലും സമയത്തിനനുസരിച്ച് തന്നെ അത് അവർ പരിശോധിച്ച് അതിന് വേണ്ട നടപടികളെടുക്കും. കാസർഗോഡിൻ്റെ നേന്ത്രവാഴത്തോട്ടം എന്ന് വിശേഷിപ്പിക്കുന്ന മടിക്കൈയാണ്. മടിക്കൈക്കകത്തുള്ള എല്ലാ കർഷകരുടെയും വാഴ ഇന്ന് വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ഏകദേശം മൂപ്പെത്താത്ത കൊലയും അതുപോലെ തന്നെ കൊലച്ച വാഴയും അതുപോലെ തന്നെ കൊലക്കാത്ത വാഴയും ഒക്കെ വെള്ളത്തിൻ്റെ അടിയിലാണുള്ളത്. അവിചാരിതമായി വന്ന ഈ കാലവർഷം കർഷകരെ വളരെ അധികം കണ്ണീരിലാഴ്ത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വാഴ കർഷകരുടെ ഒരു വർഷത്തെ അധ്വാനവും അതുപോലെ തന്നെ വലിയൊരു സാമ്പത്തിക ചെലവുമാണ് ഈ വെള്ളത്തിനടിയിലായിപ്പോയത്. പിന്നീടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ മൂപ്പെത്താത്ത കൊലകൾ തന്നെ എല്ലാം കെട്ടിക്കിടക്കുകയാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ മടിക്കയുടെ കർഷകർ ഈ പ്രതിസന്ധിയും പ്രയാസവും പരിഹരിക്കാൻ വേണ്ടി വലിയൊരു ദുരിതാശ്വാസം എന്ന രീതിയിൽ അവർക്ക് നല്ലൊരു ആശ്വാസം എന്ന രീതിയിൽ അവർക്ക് നഷ്ടപ്പെട്ട വാഴയുടെ ഇൻസെൻറ്റീവ് എന്ന രീതിയിൽ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി കഴിയണം. ഓൺലൈൻ പോർട്ടൽ വഴി അപേക്ഷ സമർപ്പിച്ചവരുടെ നഷ്ടം പരിശോധിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നും ഇനിയും അപേക്ഷ സമർപ്പിക്കാത്ത കർഷകർ ഉടൻ തന്നെ ഓൺലൈൻ പോർട്ടൽ വഴി അപേക്ഷിക്കണമെന്നും ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ്, ജില്ലാ മെഡിക്കൽ ഓഫീസ്, ദേശീയ ആരോഗ്യ ദൗത്യം കാസർഗോഡ്, ബ്ലഡ് സെന്റർ, ജില്ലാ ആശുപത്രി കാഞ്ഞങ്ങാട് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കുടുംബശ്രീ 27ാം വാർഷികാഘോഷ പരിപാടി പ്രാണ കുടുംബശ്രീ ഓക്സിലറി അംഗങ്ങളുടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ 27ാം വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിൽ ജില്ലയിലെ 42 CDSലെ കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങൾ പങ്കാളികളായി. കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസ്, കാസർഗോഡ് ദേശീയ ആരോഗ്യ ദൗത്യം, കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി, ബ്ലഡ് സെന്റർ എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച
ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രോജക്റ്റ് വെച്ചു. ഇത് ടാർഗറ്റഡ് 12 അറ്റ് 2025 എന്നൊരു പ്രോജക്റ്റ് വെച്ചു. നമ്മൾ ആരോഗ്യവകുപ്പ് നടപ്പാക്കിയിട്ടില്ല. ഞങ്ങൾ പറഞ്ഞു അവർക്ക് പോഷകാഹാരം മേടിച്ചു കൊടുത്താൽ മതി, ഈത്തപ്പഴം മേടിച്ചു കൊടുത്താൽ മതി. അതിന് നമ്മൾ ഒരു 15 ലക്ഷം രൂപയോളം വെച്ചു. ആ പൈസ വെച്ചുകൊണ്ട് ഏറ്റവും ഈ HB കുറഞ്ഞ രീതിയിൽ കുടുംബശ്രീയിൽ സർവേ നടത്തി അങ്ങനെയുള്ളവർക്ക് ഒരു പോഷകാഹാരം നൽകാൻ ഒരു സമഗ്ര പദ്ധതി എന്ന രീതിയിലേക്കാണ്. അപ്പോൾ അവർ പറഞ്ഞു അതിന് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ പറ്റൂല, അയൺ പോളി ഗുളികകൾ PHCയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്, ഇലക്കറികൾ തിന്നാൻ അവർക്ക് ബോധവൽക്കരണം കൊടുക്കുന്നുണ്ട്. അങ്ങനെ കോലായക്കൂട്ടങ്ങളും മറ്റൊക്കെ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് ബോധവൽക്കരണം തന്ന് HB കൂട്ടാമെന്നാണ് ആരോഗ്യവകുപ്പ് പറഞ്ഞത്. അതിൽ നമുക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിഞ്ഞെന്നറിയില്ല. പക്ഷേ നമ്മുടെ ഒരു പ്രായോഗിക പ്രശ്നം നമുക്ക് ഭക്ഷണം സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ നമുക്ക് എയ്ഡ്സ് രോഗികൾക്കോ മറ്റ് TB രോഗികൾക്കോ കൊടുക്കുന്നത് പോലെ HB കുറഞ്ഞവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നതാണ്. നടപ്പാക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നടപ്പാക്കാൻ പറ്റാത്തത്. രക്തദാനത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും മനുഷ്യരാശിയുടെ പ്രയോജനത്തിനായി രക്തം നൽകാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി കുടുംബശ്രീ സംഘടിപ്പിച്ച ക്യാമ്പ് മാതൃകാപരമാണെന്നും ബേബി ബാലകൃഷ്ണൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിൽടെക് അബ്ദുള്ള മുഖ്യാതിഥിയായി പങ്കെടുത്തു. അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ D ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്ത് പ്രതിവർഷം ഏകദേശം 4.5 ലക്ഷം യൂണിറ്റ് രക്തം ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ കാസർഗോഡ് കുടുംബശ്രീ CDSകളിൽ GRC മുഖാന്തരം രക്തബാങ്ക് രൂപീകരിച്ച് മുന്നോട്ടു പോകാനാണ് കുടുംബശ്രീ ലക്ഷ്യമിടുന്നത്. ജൂലൈ അവസാനത്തോടെ എല്ലാ CDSലും രക്തബാങ്ക് രൂപീകരിക്കും. രക്തം നൽകാൻ സന്നദ്ധരായവരുടെ HB കൗണ്ട്, ബന്ധപ്പെടാനുള്ള നമ്പർ, അയൽക്കൂട്ടം എന്നിവ ഉൾപ്പെടുത്തി രജിസ്റ്ററുകൾ സൂക്ഷിക്കാനാണ് തീരുമാനം. പരിപാടിയിൽ CDS ചെയർപേഴ്സൺമാരായ സൂര്യ, ജാനകി, സനൂജ തുടങ്ങിയവർ സംസാരിച്ചു. രക്തദാനം നടത്തിയവർക്ക് കുടുംബശ്രീയുടെ ഉപഹാരവും നൽകി. ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഇൻചാർജ് CH ഇക്ബാൽ സ്വാഗതവും കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ സുജിനി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൺ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ്. വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. പതിറ്റാണ്ടുകളോളം കൃഷി ആവശ്യങ്ങൾക്ക് ജലസേചനം നടത്തി വന്നിരുന്ന പടന്ന പഞ്ചായത്തിലെ 9ാം വാർഡിൽപ്പെടുന്ന നടക്കാവ് കാപ്പുകുളം നവീകരണം പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് 2 വാർഷിക പദ്ധതികളിലായി 27 ലക്ഷം രൂപ ചിലവിലാണ് കുളം നവീകരണം നടത്തിയത്. നീന്തൽ പരിശീലനത്തിനും പ്രഭാത സായാഹ്ന നടത്തത്തിനും സൗകര്യമുള്ള കുളവും പരിസരവും നവീകരിച്ച് മോടി കൂട്ടിയിട്ടുണ്ട്. 1.38 ഏക്കർ വിസ്തീർണമുള്ള കുളത്തിന് ചുറ്റുമായി 175 മീറ്റർ നടപ്പാത, ചുറ്റുമതിൽ 267 മീറ്റർ നീളത്തിൽ ഫെൻസിംഗ് എന്നിവ ഇതിനകം ഒരുക്കിയിട്ടുണ്ട്.
ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് 20 ലക്ഷം രൂപയും രണ്ടാം ഘട്ട പ്രവർത്തനത്തിന് 7 ലക്ഷം രൂപയുമാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിരുന്നത്. മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ ജില്ലാ ഓഫീസ് മേൽനോട്ടത്തിൽ കാഞ്ഞങ്ങാട് മണ്ണ് സംരക്ഷണ ഓഫീസറാണ് കുളം നവീകരണം നടപ്പിലാക്കിയത്. വിനോദസഞ്ചാര സാധ്യത കൂടി കണക്കിലെടുത്ത് 5 ലക്ഷം രൂപ കൂടി ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ട്. ഹാപ്പിനെസ് പാർക്ക്, വ്യായാമ ഉപകരണങ്ങൾ എന്നിവ ക്രമീകരിക്കാനാണ് തുക വിനിയോഗിക്കുക. കാപ്പുകുളം പരിസരത്ത് നടന്ന ചടങ്ങിൽ എം രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പരിസ്ഥിതി ബജറ്റ് തന്നെ തയ്യാറാക്കുന്ന ഒരുപക്ഷെ ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് നമ്മുടെ കേരളം. പ്രകൃതി സൗഹൃദമായ അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണത്തിൽ അധിഷ്ഠിതമായ വികസന കാഴ്ചപ്പാടിൽ ഉറച്ചു നിന്ന് വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു ഗവൺമെന്റ് ജലസംരക്ഷണവും മാലിന്യ നിർമ്മാർജ്ജനവും ജൈവ വൈവിധ്യ സംരക്ഷണത്തെയും എല്ലാം മുൻനിർത്തി ഒരു മിഷൻ തന്നെ രൂപീകരിച്ച് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം മുഖ്യാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, ജില്ലാ പഞ്ചായത്ത് അംഗം CJ സജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M സുമേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം PP കുഞ്ഞികൃഷ്ണൻ, ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ TP ആയിഷ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാഞ്ഞങ്ങാട് റിയൽ ഹൈപ്പർ മാർക്കറ്റിൽ ബാക്ക് ടു സ്കൂൾ സമ്മാന വിതരണം നടന്നു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് CK ആസിഫ് സൈക്കിളുകൾ വിതരണം ചെയ്തു. റിയൽ ഹൈപ്പർ മാർക്കറ്റ് ബാക്ക് ടു സ്കൂൾ സമ്മാന പദ്ധതിയുടെ ഭാഗമായി ചെറുവത്തൂർ, നീലേശ്വരം, ഉദുമ, കാഞ്ഞങ്ങാട് ഷോറൂമുകളിൽ നടത്തപ്പെട്ട നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കാഞ്ഞങ്ങാട് റിയൽ ഹൈപ്പർ മാർക്കറ്റിൽ നടന്ന ചടങ്ങ് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് CK ആസിഫ് ഉദ്ഘാടനം ചെയ്ത് സൈക്കിളുകൾ വിജയികളായവർക്ക് സമ്മാനിച്ചു. പല മാസങ്ങളിലും നറുക്കെടുപ്പ് നടക്കാറുണ്ട്, പക്ഷേ സമ്മാനം കൊടുക്കുന്നത് കാണാറില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഈ സമ്മാനം പ്രഖ്യാപിക്കൽ കൊടുക്കാതിരിക്കുക, അല്ലേ? സോഷ്യൽ മീഡിയ കുറേ ദിവസമായി നമുക്കറിയാം, അത് പേരെടുത്ത് ഞാൻ പറയുന്നത്. പക്ഷേ റിയലിനെ സംബന്ധിച്ചോളം അങ്ങനെയല്ല. ഞാനിത് ഈ ബിസിനസ്സാണ് ഏറ്റെടുത്ത ശേഷം ഒരു 3ാമത്തെ പരിപാടിയാണ് ഇവിടെ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ സമ്മാനം കൊടുത്തത് വലിയൊരു സമ്മാനം, ഇതിനേക്കാളും ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് കൊടുക്കുന്ന സമ്മാനത്തിന്റെ വില ഏകദേശം 6000-7000 രൂപയുള്ള ഒരു സൈക്കിളാണ് കൊടുക്കുന്നത്. ഇന്നത്തെ 3 സൈക്കിളുകളാണ് ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അനീസ, മെഹർസൈൻ, ചിന്നു എന്നിവർക്കാണ് ബാക്ക് ടു സ്കൂൾ സമ്മാന പദ്ധതിയുടെ ഭാഗമായി നറുക്കെടുപ്പിൽ സൈക്കിളുകൾ ലഭിച്ചത്. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് റഫീഖ് കമ്മാടം, റിയൽ ഹൈപ്പർ മാർക്കറ്റ് MD CP ഫൈസൽ, അസ്ലം, ശ്രീജേഷ്, ലിനീഷ് എന്നിവർ സംബന്ധിച്ചു. റിയൽ PRO മൂത്തൽ നാരായണൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ ഉടുമ്പുന്തല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള ലാബ് പ്രവർത്തനം തുടങ്ങി. ലാബിന്റെ ഉദ്ഘാടനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ നിർവഹിച്ചു. ഉടുമ്പുന്തല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഹെൽത്ത് ഗ്രാന്റായി ലഭിച്ച 12 ലക്ഷം രൂപ ചെലവിട്ട് നിലവിലുള്ള ലാബിൽ ആധുനിക സൗകര്യമൊരുക്കിയാണ് പ്രവർത്തനം ആരംഭിച്ചത്. ആധുനീകരിച്ച ലാബിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ നിർവഹിച്ചു. പ്രൈമറി കുടുംബാരോഗ്യ കേന്ദ്രം, അതുപോലെ തന്നെ ഒരു ഹോമിയോ, അതുപോലെ ഒരു ആയുർവേദിക്, ഈ 3 കേന്ദ്രങ്ങളാണ് നിലവിൽ എല്ലാ സ്ഥലത്തും ഉള്ളത്. അത് ഉടുമ്പുതലയിൽ കുടുംബക്ഷേമ കേന്ദ്രമാണെങ്കിൽ കൊയങ്കരയിൽ ആയുർവേദ കേന്ദ്രവും, അതുപോലെ തന്നെ എളമ്പച്ചിയിൽ ഹോമിയോ മെഡിക്കൽ സെൻ്ററും, അങ്ങനെ നന്നായി ഈ 3 സ്ഥാപനങ്ങളും മുന്നോട്ട് പോകുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റർ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തന്നെ ഇറക്കി. ഏകദേശം 1.5 കോടി രൂപയാണ് ഓരോ വർഷവും ഇതിലൂടെ ചെലവ്. ഇത്തവണയും 1.5 കോടി രൂപയുടെ പ്രൊജക്റ്റുകളാണ്. ചടങ്ങിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ IT ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സഹദ് ബിൻ ഉസ്മാൻ, ജനപ്രതിനിധികളായ KV കാർത്യായനി, ഫായിസ് ബീരിച്ചേരി, M അബ്ദുൾ ഷുക്കൂർ, MK ഹാജി, KV രാധ, ആശുപത്രി വികസന സമിതി അംഗം AG ബഷീർ, DLOK സതീശൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പഠന ഉത്ഭവ കേന്ദ്രമായ വടക്കേ കോളയത്ത് കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. പഠന സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന യോഗം VK റഫീഖ് ഹാജി ഉദ്ഘാടനം ചെയ്തു. ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വടക്കേ കോളയത്ത് കുടുംബ അംഗങ്ങളായ വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു.
പഠന സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന യോഗം VK റഫീഖ് ഹാജി ഉദ്ഘാടനം ചെയ്തു. സന്തോഷം പകർന്നിരിക്കുന്നത് അവരുടെ വരവുകൊണ്ടാണ്. തീർച്ചയായിട്ടും യുവാക്കൾ, നമ്മുടെ മരുമക്കൾ തീർച്ചയായിട്ടും ഇതിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികളെ വിജയിപ്പിക്കണം എന്നാണ് പറയാനുള്ളത്. കുടുംബ കൂട്ടായ്മ പ്രസിഡന്റ് VK ഹനീഫ ഹാജി അധ്യക്ഷത വഹിച്ചു. VK സക്കറിയ മാസ്റ്റർ ആമുഖ ഭാഷണം നടത്തി. കുടുംബ കൂട്ടായ്മ സെക്രട്ടറി VKC മുഹമ്മദ് കുഞ്ഞി, VK റഫീഖ് അമ്പ്, റഷീദ് വെള്ളച്ചാൽ, VK മുഹമ്മദ് അലി ഹാജി, VK അബ്ദുള്ള ഹാജി, VK അഹമ്മദ്, VK അബ്ദുൾ ഖാദർ എന്നിവർ സംസാരിച്ചു. VK ഖാലിദ്, VKC ഇബ്രാഹിം, VK മജീദ്, VK അമീർ അലി എന്നിവർ ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് ഞാണിക്കടവിന് കീഴിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ സഹകരണത്തോടെ മതവിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പാഠ്യരീതിയായ അൽബിർ സ്കൂൾ കാഞ്ഞങ്ങാട് ഞാണിക്കടവിൽ പ്രവർത്തനം ആരംഭിച്ചു. അൽബിർ മാനേജ്മെന്റ് പ്രതിനിധി CH അബ്ദുൾ ഖാദർ പതാക ഉയർത്തി. മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് ഞാണിക്കടവിന് കീഴിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ സഹകരണത്തോടെ മതവിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പാഠ്യരീതിയായ അൽബിർ സ്കൂൾ കാഞ്ഞങ്ങാട് ഞാണിക്കടവിൽ പ്രവർത്തനം ആരംഭിച്ചു. അൽബിർ മാനേജ്മെന്റ് പ്രതിനിധി CH അബ്ദുൾ ഖാദർ പതാക ഉയർത്തി. ജമാഅത്ത് പ്രസിഡന്റ് തണ്ടുമ്മൽ മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പിഞ്ചു മക്കൾക്ക് കിട്ടേണ്ട ദീനീപരമായിട്ടുള്ള അറിവും മറ്റ് വിദ്യാഭ്യാസപരമായിട്ടുള്ള മറ്റ് അറിവുകളും ആ കിട്ടേണ്ട സമയത്ത് തന്നെ അവർക്ക് കിട്ടണം. ഇന്ന് നമ്മളെ ദുഃഖിപ്പിക്കുന്ന പല വാർത്തകൾ ഇന്ന് ദിവസം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. ഇപ്പം എൻ്റെ അടുത്ത് തന്നെ ദിവസം 2-3 രക്ഷിതാക്കൾ വരാത്ത ദിവസം ഉണ്ടായില്ല. കാരണം എന്നെ മക്കൾ തിരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പം പോലും അവിടെ മുനിസിപ്പാലിറ്റിയിൽ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ കഷ്ടപ്പെട്ട് അവർക്കൊരു തണലേകം എന്ന് കരുതിയിട്ടാണ് അവർ നമ്മളെ കഷ്ടപ്പെട്ട് നമ്മളെ വളർത്തിയത്. അത് നാളെ നമ്മൾക്ക് ആ പ്രായം നമ്മൾക്ക് എത്തുമ്പോഴാണ് നമ്മൾക്കത് മനസ്സിലാവുക. ഇന്ന് ഒരുപാട് രക്ഷിതാക്കൾ അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാതിരിക്കുന്ന കുറച്ച് പണം ഉള്ളിട്ട് വളരെ പാവപ്പെട്ട, എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത് മറ്റുണ്ടാവാം, വളരെ പാവപ്പെട്ട വീടുകളിൽ നന്നായിട്ട് അവരുടെ രക്ഷിതാക്കളെ ശ്രദ്ധിക്കുന്നുണ്ട്. സയ്യിദ് മുഹമ്മദ് ഷെഫീഖ് തങ്ങൾ ദാരിമി ചന്തേര കുട്ടികൾക്ക് ആദ്യാക്ഷരം നുകർന്നു നൽകി. NMJ അൽബിർ മാനേജ്മെന്റ് സമീർ ഉദിനൂർ സ്വാഗതം പറഞ്ഞു. ജമാഅത്ത് ജനറൽ സെക്രട്ടറി KC മുഹമ്മദ് കുഞ്ഞി, ജമാഅത്ത് ട്രഷറർ PK കുഞ്ഞബ്ദുള്ള, മുസ്തഫ മൗലവി, KP അബൂബക്കർ, മുഹമ്മദ് ഹാജി എന്നിവർ സംസാരിച്ചു. SKSSF കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡന്റ് സയ്യിദ് യാസിർ തങ്ങൾ ജമലുൽ ലൈലി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. പടന്നക്കാട് റേഞ്ച് പ്രസിഡന്റ് സയ്യിദ് നാസിൻ തങ്ങൾ ജമലുൽ ലൈലി കുട്ടികൾക്കായുള്ള ബാഗ് വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വോർക്കാടി അഗ്രികൾച്ചറൽസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടനം നടന്നു. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. വോർക്കാടി അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ പുതിയ കെട്ടിടം മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഇത്തരം ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് ബിസിനസ് എളുപ്പമാക്കുകയും സാമൂഹികവും സാമ്പത്തികവുമായ വികസനത്തിന് സംഭാവന നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണെന്ന് MLA പറഞ്ഞു. കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ അകത്തേക്ക് നമ്മൾ എത്തുമ്പോൾ എന്തോ അതൊരു നമ്മളെ ബാങ്ക് എന്നുള്ള ഒരു തോന്നൽ, ഒരു ഫീലിംഗ് നമുക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടുത്തെ നാഷണൽ ബാങ്കുകളെ ഞാൻ വിമർശിക്കുന്നതല്ല. MLA എന്ന നിലയ്ക്ക് പോലും പ്രയാസപ്പെടുന്ന ഒരു കാര്യം, SBIയുടെയോ കാനറ ബാങ്കിൻ്റെയോ ഒരു മാനേജർക്ക് വിളിക്കുന്ന ഒരാൾക്ക് നിർബന്ധമായും ഹിന്ദി അറിഞ്ഞിരിക്കണം. കാരണം എല്ലാ മാനേജർമാരും ഇപ്പോൾ വരുന്നത് ബീഹാറിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ആസാമിൽ നിന്നും ഒറീസയിൽ നിന്നും വരുന്ന മാനേജർമാരാണ് ഇവിടെ സേവനം ചെയ്യുന്നത്. സാധാരണക്കാരായ ആളുകളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി ഇല്ലെങ്കിൽ ബിസിനസ് ലോണിന് വേണ്ടി മാനേജറെ കാണാൻ പോകുമ്പോൾ ഒരു ട്രാൻസ്ലേറ്ററെയും കൂടി കൊണ്ടുപോകേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മുടെ ബാങ്കുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.
കാസർഗോഡ് സഹകരണ സംഘം ഡെപ്യൂട്ടി രജിസ്ട്രാർ ചന്ദ്രൻ വി, സഹകരണ യൂണിയൻ ചെയർമാൻ KR ജയാനന്ദ്, മീഞ്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി ആർ ഷെട്ടി, വോക്കാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭാരതി S, സഹകരണ സൊസൈറ്റി അസിസ്റ്റന്റ് രജിസ്ട്രാർ രവീന്ദ്ര A, മുഹമ്മദ് സാലി K, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം കമലാക്ഷി എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. ചടങ്ങിൽ വോർക്കാടി അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ സ്ഥാപക പ്രസിഡന്റ് സദാനന്ദ് ഷെട്ടിയെയും സ്ഥാപക സെക്രട്ടറി D ബൂബയെയും ആദരിച്ചു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണപ്പെട്ട ആളുകളുടെ ഓർമ്മകൾക്ക് മുന്നിൽ കാസർഗോഡ് ട്രാവൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. കാസർഗോഡ് ട്രാവൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണപ്പെട്ട ആളുകളുടെ ഓർമ്മകൾക്ക് മുൻപിൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മെഴുകുതിരി കത്തിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഒരുപാട് സ്വപ്നങ്ങളുമായി യാത്ര തിരിച്ച പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ അത്യധികം ദുഃഖം രേഖപ്പെടുത്തി. അഹമ്മദാബാദിലുണ്ടായിരുന്ന ഫ്ലൈറ്റ് ക്രാഷ് അനേക ജീവിതങ്ങൾ, അനേക സ്വപ്നങ്ങളാണ് അവിടെ പൊലിഞ്ഞുപോയത്. നമ്മൾ വാർത്തകളിൽ വായിക്കുമ്പോഴും ഹൃദയഭേദകമായ വാർത്തകളാണ് ഇന്നലത്തെ ആ ഫ്ലൈറ്റ് ക്രാഷിലൂടെ സംഭവിച്ചത്. അനേക പ്രിയ സഹോദരങ്ങളുടെ കുടുംബങ്ങളുടെ അത്താണികൾ നഷ്ടപ്പെട്ട ആ വേദനയിൽ കാസർഗോഡ് ട്രാവൽ അസോസിയേഷൻ അംഗങ്ങളായ നമ്മൾ ആ കുടുംബങ്ങളോടൊപ്പം അവരുടെ ദുഃഖത്തിൽ, അവരുടെ വേദനയിൽ നമ്മൾ ഈ ഒരു സന്ദർഭം പങ്കാളികളാവുകയാണ്. അസോസിയേഷൻ പ്രസിഡന്റ് മനാഫ് നുള്ളിപ്പാടി, കോണിംഗ് കൗൺസിൽ മെമ്പർമാരായ അബ്ദുള്ള മൗലവി ട്രാവൽ, സുനിൽ അൽഹിന്ദ്, റഹ്മാൻ UAE, അബുജെറ്റ്, നാസിർ പട്ടേൽ, ആസിഫ് ഗ്ലോബൽ, ജാഫർ റോയൽ, നസീർ റവാൻ, ഇബ്രാഹിം അൽ ബദർ, ഷംസു അജാസ്, ഷംസു അക്ബർ, നജീബ് ഷെരീഫ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. GHSS പാക്കം സ്കൂളിൽ 2024-25 അക്കാദമിക വർഷത്തിൽ വിവിധ പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. GHSS പാക്കം സ്കൂളിൽ 2024-25 അക്കാദമിക വർഷത്തിൽ വിവിധ പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കായുള്ള അനുമോദന ചടങ്ങും ജില്ലാ പഞ്ചായത്ത് സ്കൂളിന് അനുവദിച്ച RO വാട്ടർ പ്യൂരിഫയർ, സ്റ്റീം കുക്കർ എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ജില്ലയിൽ മികച്ച വിജയം കരസ്ഥമാക്കാൻ ഈ പ്രാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച വിജയമാണ് കാസർഗോഡ് ജില്ല ഇപ്രാവശ്യം കരസ്ഥമാക്കിയത്. അതിന് ചുക്കാൻ പിടിച്ച DDAയും അതിലൊക്കെ തന്നെ ആ മത്സര പരീക്ഷകളിൽ പങ്കെടുത്തുകൊണ്ട് നല്ല വിജയം കരസ്ഥമാക്കിയ നിങ്ങളെ എല്ലാവരെയും ആത്മാർത്ഥമായി ജില്ലാ പഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിക്കുകയാണ്. വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം നല്ലൊരു മനുഷ്യനാവുക എന്നതാണ്. പുതിയ കാലത്ത് നമുക്ക് പറ്റാത്തത് നല്ലൊരു മനുഷ്യനാവാൻ ആണ്. PTA പ്രസിഡന്റ് V ദാമോദരൻ നായർ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ഉപവിദ്യാഭ്യാസ ഡയറക്ടർ മധുസൂദനൻ വിജയികൾക്കായുള്ള ഉപഹാര വിതരണം നടത്തി. ഹെഡ്മാസ്റ്റർ ശങ്കരൻ K റിപ്പോർട്ട് അവതരിപ്പിച്ചു. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KV ജയശ്രീ, വാർഡ് മെമ്പർ രാധിക TV, SMC ചെയർമാൻ T കുമാരൻ, PTA വൈസ് പ്രസിഡന്റ് രാമനാഥൻ, അധ്യാപകരായ P കുഞ്ഞിരാമൻ, പ്രിയേഷ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രിൻസിപ്പാൾ സനിൽകുമാർ TV സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ജയശ്രീ PP നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ മരണമടഞ്ഞ രഞ്ജിതയെ അധിക്ഷേപിച്ച് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ട ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാവുന്നു. BJP, മഹിളാ അസോസിയേഷൻ, വനിതാ ലീഗ് തുടങ്ങി വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. 10ാമത് സംസ്ഥാന സബ് ജൂനിയർ പെൺകുട്ടികളുടെ ഹോക്കി മത്സരങ്ങൾക്ക് രാജപുരം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡിന്റെ വാഴത്തോട്ടം എന്നറിയപ്പെടുന്ന മടിക്കയിൽ കനത്ത മഴയെ തുടർന്ന് വാഴത്തോട്ടങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തി. വാഴത്തോട്ടങ്ങൾ നശിച്ച കർഷകരുടെ ദയനീയാവസ്ഥ സിറ്റി ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. സിറ്റി ന്യൂസ് ഇംപാക്ട്. കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ്, ജില്ലാ മെഡിക്കൽ ഓഫീസ്, ദേശീയ ആരോഗ്യ ദൗത്യം, കാസർഗോഡ് ബ്ലഡ് സെന്റർ, ജില്ലാ ആശുപത്രി കാഞ്ഞങ്ങാട് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ
കുടുംബശ്രീ 27ാം വാർഷികാഘോഷ പരിപാടി പ്രാണ കുടുംബശ്രീ ഓക്സിലറി അംഗങ്ങളുടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബളാൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ AICC അംഗം M. കുഞ്ഞിരാമൻ നമ്പ്യാർ അനുസ്മരണം സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. പതിറ്റാണ്ടുകളോളം കൃഷി ആവശ്യങ്ങൾക്ക് ജലസേചനം നടത്തി വന്നിരുന്ന പടന്ന പഞ്ചായത്തിലെ 9ാം വാർഡിൽ പെടുന്ന നടക്കാവ് കാപ്പുകുളം നവീകരണം പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് 2 വാർഷിക പദ്ധതികളിലായി 27 ലക്ഷം രൂപ ചിലവിലാണ് കുളം നവീകരണം നടത്തിയത്. കാഞ്ഞങ്ങാട് റിയൽ ഹൈപ്പർ മാർക്കറ്റിൽ ബാക്ക് ടു സ്കൂൾ സമ്മാന വിതരണം നടന്നു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് CK ആസിഫ് സൈക്കിളുകൾ വിതരണം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.